ഇതാണ് കേരളം. ഇവിടെ കുറ്റവാളികൾക്ക് ജയിൽ എന്നത് വിശ്രമ കേന്ദ്രവും ജാമ്യം എന്നത് സർക്കാർ നൽകുന്ന പാരിതോഷികവുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ച വാർത്ത കേവലം ഒരു കോടതി നടപടിയായല്ല, മറിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ CPM നടത്തുന്ന ആസൂത്രിത നീക്കത്തിന്റെ വിജയമായി വേണം കാണാൻ. കേരളം ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതികൾ ഓരോരുത്തരായി നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് വഴിവിളക്ക് പിടിക്കുന്നത് നമ്മുടെ സ്വന്തം ആഭ്യന്തര വകുപ്പാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകുവാൻ കഴിയാത്ത SITയുടെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? അത് പോലീസില്ല, AKG സെന്ററിലെ രാഷ്ട്രീയ ഭരണാധികാരികളാണ്. മുരാരി ബാബുവിനെയും ഗോവർദ്ധനെയും പോലുള്ളവർക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണം നാളെ ജനങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യും. കൊള്ളക്കാരെ ജയിലിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് കാലം മാറുമ്പോൾ പുറത്തിറങ്ങി വിടാനാണെന്ന സത്യം ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഈ കൊള്ള മുതലിന്റെ പങ്ക് പറ്റിയവർ ആരെന്ന് കേരളത്തിനറിയാം. സിറ്റിനെ, അതായത് SIT നിർജീവമാക്കി മാറ്റി നിർത്തി പ്രതികളെ വെള്ളപൂശാനുള്ള ഈ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. എന്തിനായിരുന്നു ആ കോലാഹലങ്ങൾ? എന്തിനായിരുന്നു ആ പ്രത്യേക അന്വേഷണ സംഘം? 90 ദിവസം തികഞ്ഞിട്ടും ഒരു കുറ്റപത്രം പോലും കോടതിയിൽ എത്തിക്കാൻ കഴിയാത്ത SIT യഥാർത്ഥത്തിൽ അന്വേഷിക്കുകയാണോ അതോ തെളിവുകൾ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പോലീസ് ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുക്കുകയാണ്. നിയമത്തിന്റെ പഴുതുകൾ നോക്കി കുറ്റപത്രം വൈകിപ്പിക്കുന്നത് ഉന്നതങ്ങളിലെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് പകല് പോലെ വ്യക്തമാണ്. മുരാരി ബാബു, ഗോവർദ്ധൻ, പത്മകുമാർ, വാസു ഈ പേരുകൾ കേവലം പ്രതികളുടേതല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ വളരുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റിന്റേതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പേടിക്കേണ്ട, പാർട്ടി കൂടെയുണ്ട്. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ വെറും രാഷ്ട്രീയമല്ല, മറിച്ച് സാധാരണക്കാരന്റെ നികുതിപ്പണം കൊള്ളയടിച്ചവർക്ക് CPM നൽകുന്ന VIP പരിരക്ഷയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. കൊള്ളക്കാരെ ചുവപ്പ് പുതപ്പിച്ച് സംരക്ഷിക്കുന്ന ഈ ഭരണകൂടം ഓർക്കുക, നിങ്ങൾ തോൽപ്പിക്കുന്നത് നിയമത്തെയല്ല, ഈ നാട്ടിലെ ജനങ്ങളെയാണ്. കുറ്റപത്രം വരാത്തത് പോലീസിന്റെ കഴിവുകേടല്ല, മറിച്ച് യജമാനന്മാരെ രക്ഷിക്കുവാനുള്ള പാർട്ടിയുടെ തന്ത്രമാണ്. കേരളത്തിലെ സ്വർണ്ണക്കൊള്ളയുടെ മാപ്പും CPMന്റെ പാർട്ടി ഗ്രാമങ്ങളുടെ മാപ്പും ഒത്തുനോക്കിയാൽ ഒരേ ചിത്രം തെളിയും. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു കവർച്ചയല്ല, മറിച്ച് പാർട്ടിയുടെ സംരക്ഷണയിൽ വളരുന്ന ഒരു സമാന്തര സാമ്പത്തിക സാമ്രാജ്യത്തെയാണ്. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും അടക്കമുള്ളവർ സൃഷ്ടിച്ച ആ പഴയ മാതൃകയിൽ ഇപ്പോൾ മുരാരി ബാബുവും ഗോവർദ്ധനും പുത്തൻ പതിപ്പുകളായി അവതരിച്ചിരിക്കുന്നു എന്ന് മാത്രം. മുരാരി ബാബുവിന്റെയും പത്മകുമാറിന്റെയും ഇടപാടുകൾ ചെന്നെത്തുന്നത് CPMന്റെ വൻ തോക്കുകളിലേക്കാണ്. സ്വർണ്ണക്കൊള്ളയിലെ ലാഭവിഹിതം പാർട്ടിയുടെ ഫണ്ടുകളിലേക്കും നേതാക്കളുടെ ബിനാമി അക്കൗണ്ടുകളിലേക്കും ഒഴുകുമ്പോൾ പിന്നെ എങ്ങനെ SIT കൃത്യമായിട്ട് അന്വേഷിക്കും? പിടിക്കപ്പെട്ട പ്രതികളെ ജയിലിലിട്ട് സംരക്ഷിക്കുന്നത് അവർ വാ തുറന്ന നേതാക്കളുടെ പേര് പറയാതിരിക്കാനാണ്. വാസുവിനും മറ്റുള്ളവർക്കും ജയിലിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇതിനുള്ള പ്രത്യുപകാരമാണ്. ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും മുക്കിയതും ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതും ആരെ സംരക്ഷിക്കാനാണ്? ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗുണഭോക്താക്കൾ AKG സെന്ററിൽ ഇരിക്കുമ്പോൾ പോലീസ് വെറും കാവൽക്കാരായി മാറുകയാണ്. പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക, എന്നിട്ട് പ്രതികൾക്ക് സുരക്ഷിതമായി ജാമ്യം എടുക്കുവാനുള്ള പശ്ചാത്തലം ഒരുക്കുക. ഇതാണ് സർക്കാരിന്റെ ശൈലി. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ ചിരിക്കുന്നത് അയാളല്ല, മറിച്ച് കേരളത്തിലെ നിയമവ്യവസ്ഥയെ നോക്കി ആഭ്യന്തര വകുപ്പാണ്. 90 ദിവസം എന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള നിയമപരമായ പഴുതല്ല, മറിച്ച് പോലീസിനെ കണ്ട് CPM നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ച ഒരു വെയിറ്റിംഗ് പീരീഡാണ്. കുറ്റപത്രം സമർപ്പിക്കാതെ SIT മെല്ലെപ്പോക്ക് നടത്തിയത് പ്രതികളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് പ്രതികൾ വായ തുറന്നാൽ CPMലെ പല വൻ തോക്കുകളുടെയും തൊപ്പിത്തെറിക്കും എന്നതുകൊണ്ടാണ്. ഈ കേസ് അന്വേഷിക്കാൻ വന്ന SITയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. പ്രതികളെ രക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ ഏക അജണ്ട. 90 ദിവസം കൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയാത്തത്ര കഴിവുകെട്ടവരാണോ കേരള പോലീസ്? ഒരിക്കലുമല്ല. കുറ്റപത്രത്തിലെ ഓരോ പേജിലും നേതാക്കളുടെ പേര് വരാതിരിക്കുവാൻ മുകളിൽ നിന്ന് ലഭിച്ച തിരുത്തലുകളാണ് ഈ കാലതാമസത്തിന് കാരണം. പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് ഈ ഇരട്ടത്താപ്പിന് നേരെയാണ്. കൊലക്കേസ് പ്രതികൾക്ക് ജയിലിൽ സുഖവാസം ഒരുക്കുന്ന അതേ CPM മോഡൽ തന്നെയാണ് ഇവിടെ സ്വർണ്ണക്കൊള്ളന്മാർക്കും ലഭിക്കുന്നത്. നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾക്കായേക്കും, പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല. CPM സംരക്ഷിക്കുന്ന ഈ സ്വർണ്ണ കവർച്ച സിൻഡിക്കേറ്റഡ് നാളത്തെ കേരളത്തിന് ഭീഷണിയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ നിങ്ങൾ എഴുതിത്തള്ളുന്ന ഓരോ തെളിവും നാളെ നിങ്ങളെ വേട്ടയാടും. അധികാരം ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചാലും ജനകീയ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ AKG സെന്റർ അടച്ചുപൂട്ടാൻ നിങ്ങൾ റെഡി ആയിക്കോ.